64ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇവിടെ ഗ്രീൻ വോളണ്ടിയേഴ്സും NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ ഇവിടെ ഈ സ്റ്റേജിന്റെ സജ്ജീകരണത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെയധികം എഫേർട്ട് ഇടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കുട്ടികളെ നേതൃത്വം കൊടുത്ത ആളുകളോടാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് സാറിന്റെ പേര് ഒന്ന് പറയാമോ? പ്രതീക്ഷ എം വി NSSന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആണ്. ഷാജിദ മാം, ഡോക്ടർ ഷാജിദ. അപ്പോൾ ഗ്രീൻ വോളണ്ടിയേഴ്സ് ആയിട്ട് NSSന്റെ കുട്ടികളെയാണ് ഗ്രീൻ വോളണ്ടിയേഴ്സ് ആയിട്ട് ഏകദേശം 750ഓളം വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റ് കമ്മിറ്റികളിലെല്ലാം കൂടി മൊത്തം കലോത്സവവുമായി ബന്ധപ്പെട്ട് 2500ഓളം NSS വോളണ്ടിയേഴ്സ് ആണ് ഇവിടെ ഉറക്കമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒരു നമ്മളുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് 5 ദിവസം ഒക്കെ മാറി നിന്ന് ഇത്രയും വലിയൊരു വർക്ക് ഏറ്റെടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഇവന്റ് മാനേജ്മെന്റുകാരെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ വളരെ നിശബ്ദരായിട്ട് രാവിലെ 5 മണി മുതൽ അവരിവിടെ എത്തുകയും തലേ ദിവസം ഉള്ള എല്ലാ മാലിന്യങ്ങളും ഇവിടെ നിന്ന് മാറ്റുകയും സ്റ്റേജുകൾ പിറ്റേ ദിവസത്തേക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുകയും ചെയ്യുന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ കുഞ്ഞു കൈകളിലൂടെ നടന്നു പോകുന്നത്. രണ്ടാമത് സ്റ്റേജിന് കൃത്യമായ കർട്ടൻ ഇടുക, കർട്ടൻ താഴ്ത്തുക, കർട്ടൻ ഉയർത്തുക എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പോലും താമസിക്കാനോ വേഗത്തിലോ ലേറ്റായോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഇത്രയും സ്റ്റേജുകളിൽ ഈ 28ഓളം വേദികളിൽ ഈ കുഞ്ഞുങ്ങളാണ് വളരെ കൃത്യതയോടെ കൈകാര്യം ചെയ്തത്. അങ്ങനെ കലോത്സവത്തിന്റെ മുക്കും മൂലയിലും എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ടാണ് NSS വോളണ്ടിയേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ പ്രവർത്തനത്തെ ഏറ്റവും മനസ്സിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് തന്നെ വളരെ നന്ദിയോടെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാണുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവരുടെ ഈ യൂണിഫോമും മറ്റു കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തതും അത്തരം കാര്യങ്ങളൊക്കെ അത് ജില്ലാ ശുചിത്വ മിഷൻ ചേർന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവരുടെ ഈ അധ്യയന അവേഴ്സ്, അതായത് ടീച്ചിങ് അവേഴ്സിനെ ഒന്നും ബാധിക്കാത്ത തരത്തിലാണോ ഇവരുടെ? അതെ, നമ്മള് ക്ലാസ്സുകൾ ക്ലാസ്സുകൾ കുറച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ ശനി ഞായർ ദിവസങ്ങളിലാണ് ഇത് നടക്കുന്നത്. മറ്റു ദിവസങ്ങളിൽ അത്ര ഒരു ക്ലാസ് അവേഴ്സ് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ തൃശ്ശൂർ ജില്ലയാവുമ്പോൾ അവരുടെ ഒരു സാന്നിധ്യവും കൂടി വേണമല്ലോ. പൊതുവിദ്യാഭ്യാസ മിനിസ്റ്റർ ശിവൻകുട്ടി മിനിസ്റ്റർ ഇവരെ അഭിനന്ദിച്ച് സംസാരിക്കുന്നുണ്ടായെന്ന് കേട്ടു. തീർച്ചയായും. കുട്ടികൾ, നിങ്ങൾ വളരെ സംതൃപ്തരാണോ? മന്ത്രിയുടെ പ്രശംസ കേട്ട് വളരെ സംതൃപ്തരാണോ? കുട്ടിയുടെ പേര് ഹന. ഏത് സ്കൂളിൽ നിന്നാണ്? കടലൂർ GHS കടലൂർ. കടലൂർ സ്കൂളിൽ നിന്നാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. മാഡത്തിന്റെ പേരും കൂടി പറയാം. ഞാൻ ഡോക്ടർ ഷാജിദ, ജോയിന്റ് ഡയറക്ടറാണ് ഹയർ സെക്കൻഡറി. അതോടൊപ്പം തന്നെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഹയർ സെക്കൻഡറി കേരള സ്റ്റേറ്റിന്റെ കോർഡിനേറ്റർ കൂടിയാണ്. പ്രതീഷ് MV, ജില്ലയുടെ ഹയർ സെക്കൻഡറി NSSന്റെ കൺവീനറാണ്. ധനുഷ് കൃഷ്ണ, കടലൂർ സ്കൂൾ. അൻസിലെ കടലൂർ സ്കൂൾ +1. ഓക്കെ, അപ്പോൾ കലോത്സവം ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ നിങ്ങൾ എല്ലാവരും പ്രയത്നിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.